അസ്സലാമു അലൈക്കും. അങ്ങനെ അബ്ബാസ് എന്നവരെ കാബന്ത ബാബ എന്നവരെ വിളിച്ചിരുത്തിക്കൊണ്ട് അബൂജാഹിൽ പറയുന്നത് എന്നാണ്. അബ്ബാസ് അവിടെ ഇരുന്നോ, വിളിത്തേണ്ടൂശക്കബ്ബാസ് ഇരിക്കപ്പെട്ടേ അബൂജാഹിൽ മുഖം മുന്നിട്ടേ മുളിയും വൻഹാസി പുതൽ വർഗീളേ മുന്തോം കൂടുംബക്കാർ ഉമരിനാളേ. അബ്ബാസ് അവിടെ ഇരുന്ന് അബൂജാഹിൽ മുഖം കൊടുത്ത് കൊണ്ട് പറയാണ്, നിങ്ങൾ വലിയ കുടുംബക്കാരാണ്, ഹാഷിം കുടുംബക്കാരാണ്. അതുകൊണ്ട് നിങ്ങളുടെ മകൻ ഒരു ബുദ്ധിമോശം ചെയ്തു മുഹമ്മദ്, അതെല്ലാം ഞങ്ങളങ്ങോട്ട് പൊരുത്തപ്പെട്ടു. അതുകൊണ്ട് നബിയാന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു, ഞങ്ങളെല്ലാം അത് പൊരുത്തക്കൊണ്ടു. പൊരുത്തപ്പെട്ട് വീണ്ടും ഇതാപ്പോൾ നിങ്ങളുടെ കുടുംബക്കാർ വേറൊന്നായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അതൊരു സ്വപ്നം കണ്ടൊന്നും പറഞ്ഞു. ഇളവാൻ താനേ മകൻ ദുർബുദ്ധിക്ക് എല്ലാവുമേ ആടി നടന്തേവാക്ക് അഴകാൽ നബിയെന്ന് ദഅവായിട്ടേ അതിനാൽ ഉമ്മൈ കൊല്ലും പൊരുത്തപ്പെട്ടേ. നിങ്ങളുടെ മകൻ നബിയാന്നും പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അത് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അബൂജാഹിൽ പറയാണ്, പെട്ടേ സബാബാൽവേ മികച്ചേതാനോ പേരും കൂറം കല്ലു നടപൂമാനം കേട്ടേ ബീജാരക്ക ഭൂമൈ കിടന്ന് കേറിയത് തന്നെ മതിയാവന്ന്. മികച്ച ഭയങ്കര പേരുമായിട്ട് നിങ്ങളുടെ മകൻ ഇവിടെ നടന്നു. പേര് പുറത്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് കേട്ട ആൾക്കാർ ഞങ്ങളായിരുന്നു. ഇത് തന്നെ മതിയല്ലോ. അതുകൊണ്ട് ഇട്ടം നീനന്തുങ്കൾ അഹാവാത്തിന്ന് ഇപ്പോൾ നബിയത്ത് ഉദിത്തേതെന്ന് പൊട്ട പേരുമാർക്കം ചെയ്യുന്നേ പുതുമാവിശേഷിച്ചും പുലർ നീടുന്നേ. ഒരു പൊട്ട മാർഗം കൊണ്ട് മകൻ ഇറങ്ങി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പൊരുത്തപ്പെട്ടു. ഇപ്പോൾ രണ്ടാമതാണ് ഞങ്ങളുടെ പെങ്ങള് സ്വപ്നം കണ്ടു. ഒരു ഭ്രാന്തം വന്നു പറഞ്ഞു, സ്വപ്നം കണ്ടോന്നും പറഞ്ഞ് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് സംഭവിക്കുമെന്നും പറഞ്ഞ് നടക്കുകയാണ്. പുലർച്ചാലക്കും ഹാദ വളർമായന്ത താരീഫോർക്ക് ഫളിഹത്തുണ്ട കലിയൻ മോളിക്കബ്ബസരീസം കൊണ്ട് കാലാലഹൂനി സബായിലുണ്ട്. നിങ്ങളെ ഗുസ്തിക്കാരായി നടന്ന നിങ്ങൾക്ക് എന്താണ് വലിയ കഴിവും എവിടുന്ന് കിട്ടിയതാണ്? അബ്ബാസ് റളിയല്ലാഹു ദേഷ്യം വരികയാണ്. അപ്പം എന്നിട്ട് പറയാണ്, നിങ്ങളെ ഒന്നും ആവാൻ വേണ്ടി പറഞ്ഞതല്ല, സ്വപ്നത്തിൽ വന്നത് നേരെ ഭവിക്കും.
നിലവേറ്റാതാപറ്റും മൊഴി ചൊല്ലല്ല നേരില്ലാതാപത്ത മൊഴിന്തതല്ല. അബ്ബാസ് എന്നവർ പറയാണ്, നിങ്ങൾക്കൊന്നും പറ്റാൻ വേണ്ടി പറഞ്ഞതല്ല, അത് വരുന്ന സംഭവം ഞങ്ങൾ ഇവിടെ വിവരിച്ചതാണെന്ന് പറഞ്ഞു. ചുളിവേറ്റുമൈവങ്ങൾ ശ്രീനാഥിക ചൊല്ലും പഴക്കങ്ങൾ കുറവെന്നോർക്കാം. എന്താ ഇസാമിൻ്റെ സുതനാവങ്ങൾ എമ്പും കലാമിൽ തെറ്റുരു തുതുങ്കൾ ചിന്താമനാമുണ്ടൈ കവൾ കുണ്ടെന്നോ ദിക്കിൽ തലാമൂപ്പർ കിടങ്ങേറെന്നോ. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അബൂജാഹിലിനും കൂട്ടർക്കാണ്. ആ ദിക്കിൽ തലാമൂപ്പർ എന്ന് പറഞ്ഞാൽ അബൂജാഹിലാണ്. ഒരുത്തൻ മന്ദനൊരുത്തൻ വന്നുരത്തെ വന്നേ മറ്റും കലിന്തൊങ്കറിവീത്തെന്നോ മുന്തി വലിക്കുന്ന തായ്വീറന്നോ മൂണ്ട് ദിനം കൊണ്ട് ഭവിക്കുമെന്നോ. നിങ്ങളെ പെങ്ങൾ സ്വപ്നം കണ്ടത് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ വലിക്കുമെന്നല്ലേ പറഞ്ഞ്. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ കാണും, അത് സംഭവിക്കോ ഇല്ലേന്നറിയിക്കട്ടെ. എന്താ സലാസായോ മസീവാൻ കാത്ത് എങ്കൾ ഇരി പോരാം പിറയിനാവോത്ത് വേണ്ടി പുരുഷരും ഉമൈകളൊക്ക വരികെ കിറുപാതർ എനും ലാശക്കാം. 3 ദിവസം സലാസയോ 3 ദിവസം കാത്തിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കും. നിങ്ങളുടെ ആൾക്കാരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഞങ്ങൾ കുടുംബക്കാർ ഓല എഴുതിയിട്ട് എല്ലാവരെയും അറിയിക്കാം പരസ്യത്തിന്. അപ്പോൾ എല്ലാ വീട്ടുകളിലും നിങ്ങളെ ദൂരമുള്ളവർക്കും കുടുംബക്കാർക്കും അന്നത്തെ കാലത്ത് ഓല എഴുതുന്നതാണ്. ഓലയിലാണ് എഴുതി പരിചയപ്പെടുത്തുന്നത്. 3 ദിവസം കൊണ്ട് വയ്ക്കാം. ഓല എഴുതിയിട്ട് കിതുബാലർ എന്ന ഓല, കിതുബാലർ എന്ന് പറഞ്ഞാൽ ഓല എഴുതി നിങ്ങൾ അയക്കണം. എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബക്കാർക്കും എല്ലാത്തവർക്കും എല്ലാ നാട്ടിലേക്കും എത്തിക്കണം എന്നാണ് അബൂജഹൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. കണ്ടാൽ നഗരത്തുൾ മനുവാർക്കെല്ലാം കുറിത്തീട്ടയെ കോവി വിവരാമെല്ലാം. ഇങ്ങനെ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കൊണ്ടും അതുകൊണ്ട് ഓലയിൽ എഴുതി കുറിച്ച് എല്ലാവരും കുഞ്ഞുങ്ങൾ അറിയിക്കാനാണ് അബൂജഹൽ പറയാൻ. ഉണ്ടാൽ കനബ് പോൽ പുറന്താൽ മേലിൽ നുറുതി കലാമാകും സർവഞ്ചേലിൽ ചെലിൽ ഒരേ അബ്ബാസ് സുമൈ ചൊന്നേ ചേർന്നേ കലാമും തെറ്റിടുമാ പിന്നെ ചെലിൽ ജഹൽ ഒറ്റി ഈ തലം ഹാളിറൂ എന്ന് ചോൾക്കിവരെല്ലാവരും ഷാഹിദൂ. അബ്ബാസ് എന്നവരോട് പറയാൻ, നിങ്ങൾ ഈ കലാം വെട്ടൂടോ? ഇത് നടന്നിട്ടില്ലെങ്കിൽ അബൂജഹൽ ചോദിക്കാൻ ഞങ്ങളിവിടെ ഉണ്ടാവും, എല്ലാവരും ഇവിടെ ഹാളിറുണ്ടാവും 3 ദിവസം കഴിയുമ്പോൾ. അലിവാ ചൊല്ലി അവർ വീറക്കായി കടുക്കാനടന്ത അബ്ബാസ് അവർ മാനക്കായി കാളെ കഴിന്തി പഴക്കം കൂട്ടം കഥകൾ അവർ ദാറിൽ സ്ത്രീകൾ കേട്ടാർ.
എല്ലാം വഴി പിന്നായി അബ്ബാസ് വീട്ടിലേക്കും പോയി, അവരെല്ലാവരും അവരുടെ വീട്ടിലേക്കും പോയി. അങ്ങനെ ഈ വാർത്ത സ്ത്രീകളുടെ വീട്ടുകളിൽ എത്തുകയാണ്. വീട്ടുകളിലിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക, എല്ലാവരുടെ വീട്ടിലും എത്തി. അബ്ദുൽ മുത്തലിബിൻ്റെ ബനികളുടെ എല്ലാ വീട്ടിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. അവിടുന്ന് കെട്ടക്കഥ അബ്ബാസുരൈ അബ്ദുൽ മുത്താലിബിൻ കേമപ്പുതൽവികൾ അവർകളല്ല വീട്ടിൽ രാവിൽ ഇരിക്കുമ്പോൾ അവർ എന്നിൽ വിളിവാറഹിവുങ്കൾ കാബത്തിന്ന് കൂട്ടം നിററുകളിൽ മാഹന്നാസബൂജാഹൽ ഉറും മൊഴി കേട്ട് ദിവാ ചെയ്തല്ലോ. അന്നത്തെ കാലത്ത് കാബയുടെ 4 പുറമായിരുന്നു ഇവരുടെ വീട്, കുന്നും മലയായിരുന്നു, ഇപ്പോഴത്തെ പോലെയല്ല. വീട്ടിൽ രാത്രി ഇരിക്കുമ്പോൾ അബൂജാഹൽ അവിടെ കൊട്ടി അട്ടാസിക്കാണ് കാബത്തിൻ്റെ അവിടെ വന്നിട്ട്. അതാണ് ഖന്നാസ്, ഒരു ടിന്നൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൊട്ടിയിട്ട് ഇവൻ കോശിക്കാണ്, ഇവൻ കളിയാക്കുന്ന രംഗാണ് പെണ്ണുങ്ങൾ പറയുന്നത്. അബ്ബാസുരൈ അബ്ദുൽ മുത്താലിബിൻ കേമപ്പുതൽവികൾ അവർകളെല്ലാം വീട്ടിൽ രാവിൽ ഇരിക്കുമ്പോൾ അവരെന്നിൽ വിളിവാറഹിവുങ്കൾ കാബത്തുന്ന് കൂട്ടം നലറുകളിൽ മഹാകന്നാസബൂജാഹൽ ഓറും മൊഴി കേട്ട് ദിവാ ചെയ്തല്ലോ. ഇടക്കുലം മിന്നാം പൊതുരായ റിജാക്കളെ എന്തും വലിഹാക്കി മൊഴിയുന്നോനാം മൊഴി പോലകം പാർക്കും സ്ത്രീകളാൽ നമൈകളെ മൂടൻ കരുവുറ്റ് തുടങ്ങിയല്ലോ. ഇവൻ ഒന്നിനെ 100 വിളിച്ചു പറയുന്നുള്ളതാണ് ഈ പറയുന്നത്. വലിഹാക്കി മൊഴിയുന്നവനാണ്. മൊഴി പോൽവകം പാർക്കും സ്ത്രീകൾ നമൈകളെ മൂടൻ കരുവുറ്റ് തുടങ്ങിയല്ലോ. അപ്പം ആരും അവിടെ അല്ല, ഈ അബ്ബാസ് എന്നവരുള്ളൂ, ബാക്കി എല്ലാവരും പോയി റസൂലിൻ്റെ കൂടെ മദീനത്താണ്. ചുളിവുറ്റാഹിയത്തെ കുറവന്നവർകളിൽ ചോദിപ്പാൻ സിവാക്ക് വേർപ്പൊരു തേരാരാം ഉളമല്ല കിളകാർക്കും പരാബോധ്യം കരുണത്തം ഉള്ളവർ അബൂതാലിബ് മൗത്തായേ. എല്ലാവരോടും പറയാനും കാര്യം പറയാനും മുമ്പ് നിൽക്കാനുണ്ടായിരുന്ന അബൂതാലിബ് മരണപ്പെട്ടു പോയി, വഫാത്തായി പോയിരിക്കും എന്നാണ് പെണ്ണുങ്ങളവിടെ പറയുന്നത്. ഉളമില്ല കിളകാർക്കും പരബോധ്യം കരുണത്തം ഉള്ളവർ അബൂതാലിബ് മൗത്തായേ. ഉളൈഹസതും മെനുഹുമ്മ പിടിപെട്ട് ബലായന്റെ ഉടാബൂതൈ തബൂലഹ വിരിപ്പീരായേ. പിന്നെ ഒന്നുള്ള മൂത്താബ അബുലാബാണ് സൂറത്തിറക്കിയത്. അബുലാബ് പുറപ്പൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അതാ അവനിക്കൊന്നിനും പറ്റില്ല. പിന്നെ ആരാ ചോദിക്കാനുള്ളത്? അബൂതാലിബ് മരണപ്പെട്ടു, ഇപ്പം പുറപ്പ് ഇട്ടിട്ട് ഇരിക്കുക അബുലാബ്. അവൻ അവരുടെ കൂടെയാണ്. പുളൈഹസതുമ്മെനും ഹുമ്മാ പിടിപെട്ട് വലായന്റെ ഉടാബൂതാബുതായിബുത്ത് അബൂലാബിരിപ്പീരായൻ എങ്കും ചൊടി പൊങ്കും മനും ചിങ്കം പുലി ഹംസ എനും ഹാരിസ് അവർ ദൈവ പതിക്ക് പോയേ. പൊടി പറപ്പിക്കുന്ന ഹംസത്തൊന്നോരും അവരും
മദീനത്ത് പോയതാണ്. ഇനും ഹാരീസും എന്താ ഇള്ളാഹുന്നു, ഇവരൊക്കെ പൊലിക്കുട്ടികളാണ്. ഇവരെല്ലാം മദീനത്തിൽ റസൂലിൻ്റെ കൂടെ എന്നാണ് ഇപ്പം ഈ പെണ്ണുങ്ങൾ പറയുന്നത്. അതാണ് പറയുന്നത്. എങ്കും ചൊടി പൊങ്കും മനൂതിങ്കം പുലേ ഹംസ എനും ഹാരീസ് അവർ ദൈവ പതിക്ക് പോയെ തങ്കത്തരുളതാ മണിമാകൻ തമൈകൂടം താനും ബഹുമാനം മദീനത്തിൽ പോയി. പിന്നെ ഒന്നുണ്ടായിരുന്നു അലി എന്ന പയ്യനായിരുന്നു. അതാണ് ചിങ്കപ്പയൽ ആലി മുതലായ സഹാബികളും ചേരെ മജ്ബൂറത്തകമിൽ പോയെ ഇங்கே പെരുത്തണ്ണം സൈവാതാകുളങ്ങളും എല്ലാം ധരിസിപ്പ ഉപദൂമേ. അലി ഉണ്ടായിരുന്നു, അലിയും പോയി, മജ്ബൂറത്തകമിൽ പോയി. വേറെ ഉള്ളത് ഇപ്പോൾ വയസ്സായ പെരുത്തണ്ണം സൈബ എന്ന് പറഞ്ഞാൽ വയസ്സായതും കുട്ടികളും മാത്രം ഉള്ളൂ എന്നാണ് പറയുന്നത്. ഉമതിയങ്ങളെ കുറവ് കൊണ്ട ബുജാലി സംവിവാസം ചെവിയിൽ തരിത്ത് മനതിൽ പൊരുത്തുമിടുவது മോശം തമയതിൻ പകരമെ മൊളിന്തിട റജ് ഇടുന്ന വിശേഷം തക്ക കുറവ് പലർക്കും മൊളിവതിൻ മിക്ക സബബിത് ശേഷം അമതുമിൻ കൈകളിൽ അമർന്നേവി ഉകമ്പേ സംഗീനാല് അറ്റം ഒരു വക കുറ്റം മണവിട്ടു കുറ്റാനിര ഒരുപോലെ. പെണ്ണുങ്ങൾ പറയാണ് മീൻ പിടിച്ചിട്ട് കയ്യിൽ അമർന്നു പോലെയാണ് ഇപ്പം ഞങ്ങൾ അവൻ്റെ അടുത്ത്. അതുകൊണ്ട് ആരാ ചോദിക്കാനും പറയാനും ആരും ഇല്ല. നമിൽ പിറന്നുള്ള പുരുഷരൊക്കെ പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളത് ഇവർ ആലോചിച്ചും കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നമിൽ പിറന്നുള്ള പുരുഷർ കൊണ്ടുമേ ഇലയത് എങ്കിലോകാരേ നക്തജകളോടൊരു ഉത്തരമെന്നെ പത്തിനികൾ മതിമേലെ മതി കണ്ടുരക്ക് ഞാൻ ഊഹത്തുക്കളിലൊന്നി കിതുകനൗ എണ്ട ജഹലുറ്റവനെന്നിൽ അധികം പിണങ്ങി ഞാൻ നിലത്തെ നില തന്നിൽ അത് മറ്റൊരു മോളി പറഞ്ഞില്ലവനപ്പോൾ കാലയനിൽ കിതുബാങ്കർ ഇനമതിൽ വിറയി താനി ദിനമതിതാനും ഹറമിലിരണ്ട്. പിറ്റേ ദിവസം താനി ദിനം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അബ്ബാസ് എന്നൊരു കാബത്തിൽ പോയി. അപ്പോൾ കരിപ്പടി എന്ന് പറഞ്ഞാൽ കറാത്ത സാധനമാണ് അവൻ. അപ്പോൾ അവൻ്റെ മുഖം കറുത്താണ്. അവരിരുന്നിട്ട് പിന്നെയും ഈ ഓല എഴുതി അറിയിക്കണെ പറ്റി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ വൈദ്യർ പറയുന്നത്. കരിപ്പടി ചൂളി മുഖമേൽ ഉറ്റുള്ള ജഹലത്തലമുണ്ട് കലയനിൽ ഇത് പാകറുമത് എന ഓല എഴുതണമേണ്ടേ. അവരായാലും പിന്നെയും അവർ രാവിലെ ചെന്നപ്പോൾ കളിയാക്കാണ്. ഓല എഴുതണം, അത് പരസ്യത്തിന് വേണം, നമ്മൾ ജ്വല്ലറി പരസ്യം പോലെ, എന്നാലേ അപ്പോൾ ശരിയാവുള്ളൂ. മൂന്നാമത്തെ ഉസ്താദ് പരസ്യത്തിനല്ലാതെ നടത്തണം എന്നു ചിരിത്തുരമാടി പതയനെ ചെവിയേറ്റി അധികമേ ദേശീയമേ ചൊടി കൂടി കരിഷണത്തിൽ ഞാൻ അവനിൽ എത്തിടും പരിശെതിർത്തവനോടി. അബ്ബാസ് എന്നൊരു പേരൊക്കെ ഒന്നിനൊന്നും മെച്ച. അബ്ബാസ് എന്നൊരു ഓടിയാണ് ചെന്നു, ഭാഗം കൊണ്ട് ചെന്ന വഴിക്ക് അവൻ ഓടി കാബത്തിൻ്റെ ഉള്ളിൽ കയറി. അന്ന് കാബയ്ക്ക് 2 വാതിലുണ്ട്.
കാബത്തിന്റെ ഉള്ളിൽ കയറി അബൂജാഹിൽ വാതിലൂടെ പതിവീതിയറമിനുൾ വാതിലൂടെ പുറം ചാടും സമയത്തിൽ നിന്റെ ഉള്ളത്തിലെ പേടി പോകുന്നോടും നേവാസത്തിലെ ഉടൽ ശരി കണ്ട് ഉറച്ചാതാരത്തിലെ കൂടെ നടന്ന് ഞാൻ ഇറങ്ങി പൂറത്തിലെ പുറമിറക്കുമതാൻ അബുജഹൽ അറവയപ്പോളതിൽ പർവ്വതപ്പകൊട്ടിന്നൊരു വിളി ബദർധരിപ്പെടലായി